നമസ്തേ. ആലപ്പുഴ ഹരിപ്പാട് മുട്ടം എന്ന ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്ന കൊച്ചുകുഞ്ഞ് എന്ന ഒരാളുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ നമ്മൾ കാണുന്ന ആ കാർന്നവർ കഥാപാത്രം. അന്നത്തെ കാലത്തുണ്ടായ ഒരു സംഭവത്തെ മധുമുട്ടം എന്ന തിരക്കഥാകൃത്ത് അല്പസ്വല്പം മാറ്റങ്ങളോട് കൂടി അവതരിപ്പിച്ചപ്പോൾ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്ന് പിറന്നു മണിച്ചിത്രത്താഴ്. ഇപ്പോൾ തിയേറ്ററിൽ മണിച്ചിത്രത്താഴിട്ട് വീണ്ടും ആളുകളെ പൂട്ടുമ്പോൾ നമുക്ക് ആ കഥയും ഒന്ന് ആളുകളിലേക്ക് എത്തിച്ചാലോ. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു അവരുടേത്. അങ്ങനെയെങ്കിൽ തെക്കിനിയിൽ ആ ഹരിരാഗത്തിൽ പാടി ചിലങ്ക കെട്ടി നൃത്തമാടുന്ന നാഗവല്ലിയുടെ ആത്മാവ് ശരിക്കുമുള്ളതായിരുന്നോ എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിലുയരും. അത് പറയുന്നതിന് മുന്നേ എങ്ങനെ ഈ തറവാടുണ്ടായി എന്നും അവരെങ്ങനെ ഇത്രയും സമ്പത്ത് ആർജിച്ചുവെന്നും നമുക്ക് നോക്കാലോ. ഏതാണ്ടൊരു 15-ാം നൂറ്റാണ്ടിലൊക്കെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പ്രദേശത്ത് 2 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അന്നത്തെ കേരളം എന്നാൽ 3 നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. അത് മാത്രമല്ല, നമ്മുടെ ജാതി വ്യവസ്ഥ കുടികുത്തി വാണിരുന്ന ഒരു കാലവുമായിരുന്നു അന്ന്. അന്നത്തെ ആ ജാതി വ്യവസ്ഥയിൽ കീഴ്ജാതിയിൽപ്പെട്ട ഈ യോദ്ധാക്കളുടെ പയറ്റ് തിരുവിതാംകൂർ മുഴുവൻ വളരെ പ്രസിദ്ധമായിരുന്നു. അങ്ങനെയിരിക്കെ തിരുവിതാംകൂർ രാജാവിന് അവരുടെ പയറ്റ് ഒന്ന് നേരിട്ട് കാണണം എന്ന ആഗ്രഹമുണ്ടായി. അദ്ദേഹം കുറച്ച് ഭടന്മാരെയൊക്കെ ഈ ആലപ്പുഴയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരുന്നതിനായിട്ട് അയച്ചു. എന്നാൽ ഈ ഭടന്മാരുടെ പെരുമാറ്റം വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നതിനാൽ രാജാവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് യോദ്ധാക്കൾക്ക് മനസ്സിലായില്ല. അത് മാത്രമല്ല, അവർ അതിന് വിപരീതമായിട്ടാണ് ചിന്തിക്കുകയും ചെയ്തത്. കാരണം അന്നത്തെ കാലത്ത് ഈ കീഴ്ജാതിയിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും വിദ്യയിൽ കഴിവ് തെളിയിച്ചാൽ ഈ മേൽജാതിയിൽപ്പെട്ടവർ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ തങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകാൻ വന്ന ഭടന്മാരാണെന്ന് കരുതിയാണ് ആ യോദ്ധാക്കൾ അവരെ മുഴുവൻ പടവെട്ടി വക വരുത്തിയത്. എന്നിട്ട് അവർ പരസ്പരം യുദ്ധം ചെയ്ത് വീരമൃത്യു വരിക്കുകയും ചെയ്തു. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു അത്. യോദ്ധാക്കൾക്ക് മുന്നിൽ മരണം മാത്രമേ അന്ന് രക്ഷയുള്ളൂ എന്ന് വന്നാൽ അവർ പിടികൊടുക്കില്ല, പകരം പരസ്പരം പോരാടി അവർ വീരമൃത്യു വരിക്കും. അവിടെ തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും അവർക്കും അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ കാര്യത്തിൽ നിജസ്ഥിതി മനസ്സിലാക്കിയ അവരുടെ ഒരേ ഒരു സഹോദരി രാജാവിൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിച്ചു. ഇതെല്ലാം അറിഞ്ഞ രാജാവിന് ഏറെ വിഷമമുണ്ടായി. അതിനൊരു പ്രായശ്ചിത്തം എന്ന നിലയിൽ രാജാവ് അവരുടെ സഹോദരിക്കും കുടുംബത്തിനും ഒരുപാട് ധനവും നിലവും മറ്റ് സമ്പാദ്യങ്ങളും ഒക്കെ നൽകുകയുണ്ടായി. ആ തറവാടാണ് ആലുമൂട്ടിൽ മന അഥവാ മണിച്ചിത്രത്താഴിലെ മാടമ്പിള്ളി എന്ന കൊട്ടാരം. വർഷങ്ങൾക്ക് ശേഷം 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ നാരായണി അമ്മ എന്ന സ്ത്രീ ഈ മനയുടെ കാർന്നവർ സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് നാഗവല്ലിയുടെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ നാരായണി അമ്മ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. അവർ ഒറ്റയ്ക്കായിരുന്നു ആ തറവാടിൻ്റെ മേൽനോട്ടവും മറ്റ് വ്യാപാരങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. എന്നാൽ അവർക്ക് പ്രായമായപ്പോൾ അതൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ വളരെ പ്രയാസമായി. അങ്ങനെയാണ് അവർ തൻ്റെ അർത്ഥ സഹോദരനായിരുന്ന കൊച്ചുകുഞ്ഞിനെ തറവാടിൻ്റെ മേൽനോട്ടത്തിനായി വിളിക്കുന്നത്. ആ കൊച്ചുകുഞ്ഞാണ് സിനിമയിൽ നമ്മൾ കണ്ട ശങ്കരൻ തമ്പി എന്ന ക്രൂരനായ ആ കാർന്നവർ. എന്നാൽ അതൊക്കെ സിനിമയിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ കൊച്ചുകുഞ്ഞ് വളരെ നല്ല മനുഷ്യനും അതുപോലെ തന്നെ വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വരവിന് ശേഷം ആ കുടുംബത്തിൻ്റെ പ്രശസ്തിയും സമ്പത്തും 10ഉം 100ഉം ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ഏറ്റവും സമ്പത്തുള്ള കുടുംബമായി അവർ മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കണ്ട അന്നത്തെ തിരുവിതാംകൂർ രാജാവ് അദ്ദേഹത്തിന് ചാന്നാർ സ്ഥാനം നൽകി ആദരിക്കുക വരെയുണ്ടായി. അങ്ങനെ അദ്ദേഹം കൊച്ചുകുഞ്ഞ് ചാന്നാറായി മാറി. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ 2 പേർക്ക് മാത്രമേ ഈ കാറ് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് രാജാവിനും പിന്നെ ഈ ചാന്നാർക്കും. അതും ആദ്യം വാങ്ങിയതും അത് ഓടിക്കാൻ വേണ്ടി വഴിവെട്ടിയതും ഈ ചാന്നാർ തന്നെയാണ്. അങ്ങനെ പതിയെ പതിയെ ഈ കുടുംബം ചാന്നാറിൻ്റെ കുടുംബം എന്ന് അറിയപ്പെടാൻ തന്നെ തുടങ്ങി. എന്നാൽ അത് നാരായണി അമ്മയ്ക്കും മക്കൾക്കും
അത്ര ഇഷ്ടപ്പെട്ടില്ല. നാരായണി അമ്മ ചാന്നാറിനെ കൊണ്ടുവന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അന്ന് ഈ മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്നതിനാൽ തൻ്റെ സ്വത്തുക്കൾ തൻ്റെ മക്കൾക്ക് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ചാന്നാറിനെ തന്നെ ഈ സ്വത്തിൻ്റെ മേൽനോട്ടമൊക്കെ അവർ ഏൽപ്പിച്ചത്. എന്നാൽ പതിയെ പതിയെ കാര്യങ്ങളൊക്കെ അവരുടെ കൈവിട്ട് പോകാൻ തുടങ്ങി. കാരണം ഈ പ്രശസ്തി വർദ്ധിക്കുക മാത്രമല്ല, കൊച്ചുകുഞ്ഞു ചാന്നാറിനെ രാജാവ് പ്രജാസഭയിലെ അംഗം കൂടി ആക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു MLA ഒക്കെ സ്ഥാനമാണ്. ചാന്നാറിൻ്റെ ഒരു പ്രധാന വിനോദമായിരുന്നു കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വേദി നൽകുക എന്നത്. അതിനായി ആലുമൂട്ടിൽ മേടയുടെ ഒരു ഭാഗം തന്നെ അദ്ദേഹം ഒഴിച്ചിട്ടിരുന്നു എന്നാണ് പറയുന്നത്. ആ ഭാഗത്തിന്റെ പേരാണ് ചിത്രശാല, അതായത് നമ്മുടെ സിനിമയിലെ തെക്കിനി എന്ന് പറയുന്ന ആ ഇടം. ഈ ചിത്രശാലയിൽ ഒരുപാട് കലാകാരന്മാർ വന്ന് താമസിച്ച് നൃത്തവും സംഗീതവും എല്ലാം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കാണാനും ധാരാളം ആളുകൾ അവിടേക്ക് എത്തുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം തഞ്ചാവൂരിൽ ഒരു നൃത്തം കാണാൻ ഇടയുണ്ടായി. അവിടെ വച്ച് അദ്ദേഹം കണ്ടെത്തിയ നർത്തകിയായിരുന്നു നാഗവല്ലി. അവരുടെ കഴിവുകൾ കണ്ട് അദ്ദേഹം അവരെ ആലുമൂട്ടിൽ മേടയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയും തുടർന്ന് അവർ അവിടെ താമസിച്ച് നൃത്തം ചെയ്യുകയുമായിരുന്നു. അത് കാണാനും സമ്മാനങ്ങൾ നൽകാനും ധാരാളം ആളുകൾ അവിടേക്ക് വരികയും ചെയ്യുമായിരുന്നു. കാരണം അത്രത്തോളം കഴിവായിരുന്നു നമ്മുടെ നാഗവല്ലിക്കുണ്ടായിരുന്നത്. ചാന്നാർക്കും അവരെ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ സിനിമയിൽ കാണിച്ചതുപോലെ ഒരു മോശം രീതിയിലുള്ള താല്പര്യമല്ലായിരുന്നു അദ്ദേഹത്തിന്. മറിച്ച് നാഗവല്ലിയുടെ കഴിവ് കണ്ടിട്ടുള്ള ഒരു ആരാധനയായിരുന്നു. പക്ഷേ അതുവരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച നാഗവല്ലിയുടെ ചിന്ത മറ്റൊരു രീതിയിലായിരുന്നു. അവർ ചാന്നാറിനോട് വിവാഹ അഭ്യർത്ഥന നടത്തി. ചാന്നാറിന് നിലവിൽ 3 ഭാര്യമാർ അന്നുണ്ടായിരുന്നു. അദ്ദേഹം അവരെ തൻ്റെ 4ാമത്തെ ഭാര്യയായി സ്വീകരിക്കുകയും എന്നാൽ ചെയ്തു. അതൊക്കെ കണ്ടിട്ടും നാരായണിയമ്മ വളരെ ശാന്തമായി ഇരിക്കുകയാണ് അന്നുണ്ടായത്. കാരണം മരുമക്കത്തായമുള്ളതുകൊണ്ട് ചാന്നാർ എത്ര വിവാഹം കഴിച്ചാലും സ്വത്ത് മുഴുവൻ തൻ്റെ മക്കൾക്ക് തന്നെ ലഭിക്കും. അതുതന്നെയായിരുന്നു കാരണം. എന്നാൽ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. ചാന്നാർ വിപ്ലവകരമായ ഒരു തീരുമാനം അന്നെടുക്കുകയുണ്ടായി. തൻ്റെ കാലശേഷം എല്ലാ ഭൂരിപക്ഷം സ്വത്തുക്കളുടെയും അവകാശം നാഗവല്ലിയിൽ തനിക്ക് ജനിക്കുന്ന മക്കളുടെ പേരിലായിരിക്കും എന്നായിരുന്നു അത്. അതിൽ ദേഷ്യം പൂണ്ട നാരായണി അമ്മയുടെ മക്കൾ ചാന്നാറിനെ വകവരുത്തുന്നതിന് വേണ്ടി വരെ തീരുമാനിച്ചു. പക്ഷെ അവർക്ക് അതിന് കഴിയുമായിരുന്നില്ല. കാരണം ചാന്നാർ അത്രയ്ക്ക് കർമ്മബുദ്ധിയുള്ള ഒരാളായിരുന്നു. അതിനു മുൻപും പല രീതിയിലുള്ള ആക്രമണങ്ങളും പുറത്തുനിന്ന് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ചാന്നാർ ചിത്രശാലയിൽ മരിച്ചു കിടക്കുന്നതായാണ് എല്ലാവരും കാണുന്നത്. മരിച്ചത് സാധാരണ ഒരാൾ അല്ലല്ലോ, രാജാവിന് തന്നെ വേണ്ടപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി കൂടിയാണ്. രാജാവ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒടുവിൽ ചാന്നാറിന്റെ മരുമക്കളിൽ ഒരാളായ ശേഖരന്റെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയും അയാളെ തൂക്കിലേറ്റുകയും ഉണ്ടായി. എന്നാൽ അവസാന നിമിഷം വരെ അയാൾ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു തനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന്. അതിൽ സംശയം തോന്നിയ ആളുകൾ വീണ്ടും അന്വേഷണങ്ങൾ തുടങ്ങി. അതിൽ ചുരുളഴിഞ്ഞത് വലിയ ഒരു ചതിയുടെ കഥയായിരുന്നു. നാഗവല്ലിയെ ചിത്രശാലയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതുപോലെ ചാന്നാർ ഒരു നർത്തകനെയും അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അയാളുടെ പേരാണ് രാമനാഥൻ. നിങ്ങൾക്ക് സിനിമയിൽ ഓർമ്മയുണ്ടാകും, ആ സെയിം കഥാപാത്രം തന്നെ. ചാന്നാറിന് നാഗവല്ലിയോട് കടുത്ത ആരാധനയും സ്നേഹവും ഉണ്ടായിരുന്നുവെങ്കിലും നാഗവല്ലി സ്നേഹിച്ചത് രാമനാഥനെ ആയിരുന്നു, കൂടാതെ ചാന്നാറിൻ്റെ സ്വത്തിനെയും. ഒരു ദിവസം രാമനാഥനെയും നാഗവല്ലിയെയും ചിത്രശാലയിൽ വെച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചാന്നാർ കാണുകയും താൻ ചതിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരുപാട് കരഞ്ഞപേക്ഷിച്ചിട്ടും ചാന്നാർ വഴങ്ങുന്നില്ല എന്ന് കണ്ട നാഗവല്ലി അവിടെ നിന്നും ഒരു വാളെടുത്ത് രാമനാഥന് നൽകുകയും രാമനാഥൻ ചാന്നാറിൻ്റെ ജീവൻ എടുക്കുകയുമായിരുന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിലുണ്ടായ സംഭവം. ഈ സംഭവത്തെ മധുമുട്ടം എന്ന തിരക്കഥാകൃത്ത് അല്പം മാറ്റങ്ങളോടുകൂടി അവതരിപ്പിച്ചപ്പോൾ മലയാള സിനിമയിൽ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്ന് പിറന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മണിച്ചിത്രത്താഴ്. ആ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ രണ്ടാമത് വീണ്ടും ആളുകളെ ഇങ്ങനെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞ ഈ ഒരു കഥ നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു കഥ നിങ്ങളുമായും പങ്കുവച്ചത്. അപ്പോൾ
ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കട്ടെ.